എവരിവൺ ആൻഡ് അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹാർട്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേണേ, ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വളരെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ്. പലരും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. മല്ലിയില മുളപ്പിച്ചെടുക്കുന്ന കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകം എന്ന് പറയുന്നത് മണ്ണ് ശരിയാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പം പലരും പറയാറുണ്ട്, ഞാൻ ഒത്തിരി പാകി പക്ഷെ അത് മുളച്ച് വന്നില്ല, അതല്ലെങ്കിൽ മുളച്ച് വന്ന ഉടനെ തന്നെ അത് വീണ്ടും ചീഞ്ഞു പോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മണ്ണ് ശരിയായിട്ടല്ല ഉപയോഗിച്ചിട്ടുള്ളതാണ് ഒരു പ്രധാന കാരണം. വേറെ പല ഘടകങ്ങളുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഇതാണ് പ്രധാന ഘടകം. ഇത് നോക്കൂ, ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് പോട്ട്സ് ഓയിലാണ്. ഈ ബ്ലാക്ക് കാണുന്നത് പോട്ട്സ് ഓയിലാണ്. അതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ളത് സാധാരണ മണലാണ്. അപ്പോൾ പോട്ട്സ് ഓയിൽ നമുക്കിവിടെ അതേ അവൈലബിൾ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിച്ചത്. നമുക്ക് സാധാരണ നാട്ടിലുള്ള ചുമന്ന മണ്ണ്, കറുത്ത മണ്ണൊക്കെ അല്ലേ, ആ മണ്ണ് തന്നെ എടുക്കുക. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഈ കാണിച്ചതുപോലെ ഇത്തിരി മണൽ കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ മണലെന്ന് പറയുമ്പോൾ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിക്കാറില്ലേ മണൽ, പൂയി എന്ന് പറയും, ചില ആളുകൾ മണൽ എന്ന് പറയും. നമ്മൾ പുഴക്കരയിലൊക്കെ ഉണ്ടാകുന്ന ആ മണൽ ഉപയോഗിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മാത്രമേ വിത്ത് പെട്ടെന്ന് മുളയ്ക്കുകയുള്ളൂ. മുളച്ച ഉടനെ അത് നിലനിൽക്കാനുള്ള ഒരു ശക്തി അതിനുണ്ടാവുകയുള്ളൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വിത്താണ്. അപ്പോൾ വിത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാറില്ല, ആ വിത്തൊക്കെ ഇട്ടാലും മുളയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ വിത്തായിട്ട് തന്നെ നമ്മൾ വിത്തിൻ്റെ കടയിലൊക്കെ പോകുമ്പോൾ കിട്ടില്ല, അപ്പോൾ അങ്ങനെയുള്ളത് വാങ്ങിച്ചതാണ്. ഇത് കുറച്ചൊരു ഉണ്ടായിട്ട് നിൽക്കുന്നത്, അതായത് നമ്മൾ കുരുമുളക് പോലെയുള്ള ആ ഷേപ്പിലുള്ളതാണ് കേട്ടോ. അത് പെട്ടെന്ന് മുളയ്ക്കുക. അതേസമയം നോക്കൂ, ഈ കാണുന്നത് ഞാൻ സാധാരണ കടയിൽ നിന്ന് നമ്മൾ കറിക്കൊക്കെ വേണ്ടിയിട്ട് സാമ്പാറിനൊക്കെ വേണ്ടി വാങ്ങിക്കില്ല, അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ കളറിലൊക്കെ വ്യത്യാസമുണ്ട്, പല വിത്തും പല ഷേപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ മൂപ്പായതും മൂപ്പാവാത്തതും, ഞാൻ ഉദ്ദേശിച്ചത് പാകമായതും പാകമാകാത്തതൊക്കെ ഉണ്ടാവും. അപ്പോൾ പൊതുവേ നമ്മൾ വിത്തെടുക്കുമ്പോൾ പാകമായിട്ടുള്ളതല്ലേ എടുക്കുകയുള്ളൂ. നമ്മൾ ഏതിൻ്റെ വിത്തായാലും ആ പാകമായതിന് ശേഷം അത് നമ്മൾ ഉണക്കിയിട്ടാണ് അതിൽ നിന്നാണ് നമ്മൾ വിത്ത് പാകിയ ചെടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ഈ കടയിൽ നിന്ന് സാധാരണ സാമ്പാറിനൊക്കെ വാങ്ങിച്ചിട്ടുള്ള വിത്ത് പാകിയപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണ്ടായെങ്കിലും എല്ലാം ഒന്നും മുളച്ചില്ല. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അതിൽ 2 തരത്തിലുള്ള വിത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഏത് വിത്ത് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ വിത്തിൻ്റെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിലും അല്ലാണ്ട് നമ്മൾ കറിക്കുള്ള ആവശ്യത്തിന് വാങ്ങിക്കുന്നതാണെങ്കിലും ഏതും എടുത്തതിന് ശേഷം ഇതുപോലെ കൈകൊണ്ട് ഒന്ന് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ടൊക്കെ ഒന്ന് ഞരടിയെടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിന് 2 വിത്തുകളുണ്ട്, ഇതിന് 2 ഭാഗങ്ങളുണ്ട്, 2 പാളികളായിട്ടാണ് ഇത് കിടക്കുന്നത് ഈ വിത്ത്. അപ്പോൾ 2 മുളയ്ക്കും. അപ്പോൾ ഒരു മല്ലിയിട്ടാൽ നമുക്ക് 2ആയിട്ട് മുളയ്ക്കും, ഇങ്ങനെ ഒന്ന് ഞരടിയിട്ട് ചെയ്താൽ. മാത്രമല്ല അത് മുളയ്ക്കാൻ കൂടുതൽ ഉപകാരം ആവും ചെയ്യും, കാരണം ഇതിന് പെട്ടെന്ന് മുളയ്ക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ വിത്തിനെ ഒന്ന് കൈകൊണ്ടൊന്ന് ഞരടിയതിന് ശേഷം ഒന്ന് പാകിയെടുക്കുക. ഇത് പാകിയെടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ കാരണം ഞാനിത് പല പ്രാവശ്യം ഇത് ട്രൈ ചെയ്തതാണ്. ആദ്യമൊക്കെ ഫെയിലായിട്ടുണ്ടായിരുന്നു, പിന്നീടാണ് വിജയിച്ച് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ അറിയുന്നത്. അപ്പം ഇത് അതൊന്നും ഞാൻ കുറച്ച് മണ്ണൊന്ന് മാറ്റിയതിന് ശേഷം പാകിയെടുക്കണം. അപ്പോൾ പാകിയെടുക്കുന്ന സമയത്ത് ഇത്തിരി അടുത്തടുത്തായിട്ട് തന്നെ പാകിയെടുക്കുക കേട്ടോ. നമ്മളങ്ങനെ ദൂരം വിട്ട് ഇത് കുറച്ച് വലുതാകുമ്പോൾ അതിന് സ്ഥലം വേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യമൊക്കെ അങ്ങനെയാണ് പാകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയല്ല വേണ്ടത്, അടുത്തടുത്താണ് പാകേണ്ടത്. അപ്പോൾ മാത്രമേ ഇത് മുളച്ച ഉടനെ വാടിപ്പോവാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഒന്നൊന്നിന് താങ്ങായിട്ട് നിൽക്കും. നമ്മളിപ്പോൾ അടുത്തടുത്തുണ്ടാകുമ്പോൾ അങ്ങനെയാണ്, ഒന്നൊന്നിന് താങ്ങായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ അടുത്തടുത്ത് പാകുമ്പോഴാണ് ഇത് ബെറ്ററായിട്ട് ഉണ്ടായി വരുന്നത്, എനിക്ക് മുളച്ച് വേഗം വന്നിട്ട് അതങ്ങനെ ഗ്രോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ അതങ്ങനെയൊക്കെ ഞാൻ പാകിയതിന് ശേഷം അതിന് മുകളിലായിട്ട് ആ മണ്ണിട്ട് കൊടുത്തു. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം കൂടി ഇട്ടിട്ട് ഇടയ്ക്ക് അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി നമ്മളിത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതത്ര പെട്ടെന്ന് മുളയ്ക്കുന്ന ഒരു വിത്തല്ല. നമ്മളിപ്പോൾ തക്കാളി ആയാലും അതല്ലെങ്കിൽ മത്തൻ എന്തെങ്കിലും കുത്തിയത് പെട്ടെന്ന് അങ്ങ് മുളച്ച് വരും, ഒരു 4-5 ദിവസത്തിനുള്ളിൽ മുളയ്ക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇതിന് ഒരു 7 ദിവസം മുതൽ 10 ദിവസം വരെ ഇത് മുളയ്ക്കാനുള്ള സമയം എടുക്കും. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ആദ്യം അറിയാത്തത് കാരണം ആദ്യം നമുക്ക് ഇത് ഇട്ടിട്ട് ഞാൻ 4-5 ദിവസം കഴിയുമ്പോൾ എന്താ മുളയ്ക്കാത്തെന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ വീണ്ടും ഒന്ന് കത്തിയൊക്കെ എടുത്തിട്ടൊന്ന് താഴെ ഇത് മുളയ്ക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ട്.
ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു 10 ദിവസം ചിലപ്പോൾ 15 ദിവസമൊക്കെ എടുക്കും. അപ്പോൾ അതിനുള്ളിൽ എങ്ങനെയായാലും ഇത് മുളയ്ക്കും. ഇപ്പോൾ ഇതൊരു 7-8 ദിവസമൊക്കെ ആയപ്പോഴേക്കും അതിൻ്റെ മുളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം പെർഫെക്റ്റ് ആയിരുന്നല്ലോ. കാരണം മണലും മണ്ണും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള വിത്തും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുളച്ച് വന്നു കേട്ടോ. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും തണുപ്പുള്ള സമയത്താണ് ഇത് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളിത് ഇട്ടിട്ടതിന് ശേഷം വെയിലത്ത് വെക്കരുത്. കഴിയുന്നത് ഇത് മുളയ്ക്കുന്നത് വരെയെങ്കിൽ തണലുള്ള സ്ഥലത്ത് വെക്കണം. പിന്നെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഒക്കെ അനുസരിച്ച് മഴയുള്ള സമയത്തും ഇത് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആ ഒരു മാസങ്ങളിൽ ഇത് ഉണ്ടാക്കാവുന്നതാണ്. എന്തായാലും നേരിട്ട് ഇതിന് വെയിൽ തട്ടുന്ന സ്ഥലത്ത് ഇത് ഒരിക്കലും വെക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറും ചേഞ്ച് ആവും, അങ്ങനെയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് അതേ നല്ല മനോഹരമായിട്ടുള്ള എന്താ പറയുക മല്ലിയില റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് കറിയിലൊക്കെ ആവശ്യം ഞാനിതിങ്ങനെ എടുത്ത് കൊണ്ടുപോയി ഇടാറാണ് പതിവ്. അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും നിങ്ങൾ പോയിട്ട് മല്ലിയില ഉണ്ടാക്കിയെടുക്കണം. തീർച്ചയായിട്ടും നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ മല്ലി തന്നെ ഉപയോഗിച്ചാൽ മതി. ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്താൽ ഇത്രയും ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല പോലെ നമുക്ക് മല്ലിയില വീട്ടിൽ തന്നെ കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. വൺസ് അഗൈൻ ഇറ്റ്സ് മീ നിഷാന. താങ്ക് യു സോ മച്ച്.